ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രണവ് മോഹൻലാൽ ജിത്തു ജോസഫ് സിനിമയുടെ പേര് ഇന്ന് പൂജ ഫംഗ്ഷനിൽ പ്രഖ്യാപിച്ചു. ആദി എന്നാണ് പ്രണവിന്റെ ആദ്യ ചിത്രത്തിന്റെ പേര്. സം ലൈസ് ക്യാൻ ബി ഡെഡ്ലി എന്ന ടാഗ് ലൈനോടുകൂടിയാണ് ആദി എത്തുന്നത്. വളരെ ആകാംക്ഷയോടുകൂടിയാണ് പ്രണവ് മോഹൻലാൽ ജിത്തു ജോസഫ് സിനിമയുടെ ഓരോ അപ്ഡേറ്റ്സും ആരാധകർ ഇങ്ങനെ സ്വീകരിക്കുന്നത്. Give a loud round of applause and launch for the first time in Malayalam films the one and only നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രണവ് മോഹൻലാൽ വളരെ എളിമയോടെ നമ്മളൊന്നും എന്നെ കുറിച്ചാണോ ഈ പറയുന്നതൊക്കെ എന്ന അച്ഛൻ്റെ അതേ എളിമ തന്നെയാണ് മകനുമുള്ളത്. പ്രണവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ he's never complete without the complete actor himself, ശ്രീ മോഹൻലാൽ. അദ്ദേഹത്തിന്റെ പിതാവും the complete actor ലാലേട്ടനോടൊപ്പം മകൻ പ്രണവ് മോഹൻലാൽ വേദിയിലേക്ക് കടന്നു. ജൂലൈ 5, 2017 മലയാള ചരിത്രത്തിൽ ഒരു പക്ഷേ നമ്മൾ മറക്കാനാവാത്ത ദിവസമായി മാറി. ഇത് ചരിത്രമാണ് ഈ വേദിയിൽ നമ്മൾ കാണുന്നത്. അച്ഛനും മകനും ഒരുമിച്ച വേദിയിൽ മകന്റെ ആദ്യ ചിത്രത്തിന്റെ വിശേഷങ്ങളുമാണ്. Man behind all the thriller Malayalam movies, the best Malayalam movies ever, Shri Jittu Joseph, launching Pranav Mohanlal. ഒരു വലിയ കയ്യടിയോടെയും ഒരുപാട് സ്നേഹത്തോടെയും സുജിത ചേച്ചിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വിസ്മയ മോഹൻലാൽ, KC Babu sir, ഇനി ശ്രീ പ്രണവ് മോഹൻലാലിന്റെ ആദ്യ ചിത്രത്തിന്റെ പൂജാ ചടങ്ങാണ്. പ്രണവ് വിളക്കിൽ തിരി തെളിയിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് അത് ചടങ്ങ് നിർവഹിക്കുകയാണ്. ഇനി ഒരുപാട് വേദികളിൽ അദ്ദേഹത്തിന് അതിഥിയായി ഇതേപോലെ തിരി തെളിയിക്കാൻ സാധിക്കട്ടെ. ചിത്രത്തിന് വേണ്ടി പ്രണവ് മോഹൻലാൽ പാർക്കൗർ ഒക്കെ പരിശീലിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. മോഹൻലാലിനെ നായകനാക്കി VA ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന ഒടിയൻ എന്ന ചിത്രത്തിന്റെ പൂജയും ഒരേ ദിവസം തന്നെയായിരുന്നു. രണ്ട് ചിത്രങ്ങളും നിർമ്മിക്കുന്നത് ആശീർവാദ് ഫിലിംസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ്. എല്ലാ പ്രാവശ്യത്തെ ചടങ്ങുകളിൽ നിന്നും വ്യത്യസ്തമായി കുടുംബസമേതമാണ് മോഹൻലാലും പ്രണവ് മോഹൻലാലും പൂജാ ചടങ്ങുകൾക്ക് എത്തിയത്. ഭാര്യ സുചിത്രയും മകൾ വിസ്മയും പൂജാ സമയത്ത് മോഹൻലാലിനും പ്രണവ് മോഹൻലാലിനുമൊപ്പം വേദിയിലുണ്ടായിരുന്നു. പൂജാ ചടങ്ങുകൾ മോഹൻലാലിന്റെ ഒഫീഷ്യൽ പേജിലൂടെ ആരാധകർക്കായി പങ്കുവെക്കുകയും ചെയ്തു.